നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. നവംബർ ക്രിസ്മസ് ചിത്രങ്ങൾ വരുന്നതിന് മുമ്പ് നവംബറിൽ തീപാറുന്ന പോരാട്ടമാണ്. തീപാറുന്ന ചിത്രങ്ങളുണ്ട്, ഗംഭീര ചിത്രങ്ങളാണ്, ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് തുടക്കം തന്നെ എക്കോ, നമ്മുടെ കിഷ്കിന്ദ കാണ്ഡത്തിന്റെ സംവിധാനം ദിൻജിത്ത് സംവിധാനം ചെയ്തേക്കുന്ന പടം. ഇതിനകത്ത് കിഷ്കിന്ദാണ്ഡം നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം, ഗംഭീര സിനിമയായിരുന്നു, ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര സിനിമാറ്റോഗ്രഫി, അങ്ങനെ അടിപൊളിയായിരുന്നു നമ്മുടെ കിഷ്കിന്ദാണ്ഡത്തിന്റെ ടീമെല്ലാം ഒരുമിക്കുന്ന ഒരു പടമാണ് ഈ പറഞ്ഞ എക്കോ എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ ട്രെയിലർ വന്നു, ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ്. ട്രെയിലർ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, അടിപൊളി ട്രെയിലറാണ്, നല്ല രസമായിട്ടാണ്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രെയിലറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഗംഭീര ഒരു സിനിമയായിരിക്കാൻ വളരെയധികം സാധ്യതയുള്ള സിനിമയാണ് എക്കോ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ പടക്കളത്തിനകത്തെ ആ പയ്യനാണ് ഇതിനകത്ത് മെയിൻ നായകൻ. നല്ല കാലിബറുള്ള ഒരു പയ്യനാണ്, നമുക്ക് ഫീൽ ചെയ്യും, കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാലിബറുള്ള ഒരു പയ്യനാണ്. ഇതിനകത്ത് തകർക്കാൻ വളരെ ചാൻസ് ഉണ്ട്. എന്തായാലും കിഷ്കിന്ദാണ്ഡം പോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടമാകട്ടെ എക്കോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൃഥ്വിരാജ് കുറേ നാളിന് ശേഷം തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു സിനിമ, വിവാദങ്ങളിലൊന്നും പൃഥ്വിരാജ് തിരിച്ചും മറുപടിയിലൊന്നും പറയാതെ ഒരു സിനിമയായിട്ട് വരികയാണ്. എമ്പുരാന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമ വിലായത്ത് ബുദ്ധയാണ്. വിലായത്ത് ബുദ്ധ, ഇന്ദുഗോമനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, നമ്മുടെ ജയൻ നമ്പ്യാരാണ് അതിൻ്റെ ഡയറക്ടർ. ഇത് നേരത്തെ സച്ചി കഥ എഴുതി സംവിധാനം ചെയ്യാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സിനിമയാണ്. എന്തായാലും ഷമ്മി തിലകനും നമ്മുടെ പൃഥ്വിരാജൻ തകർപ്പൻ പെർഫോമൻസ് ഒക്കെ നടത്തിയെന്നൊക്കെ ജെയ്ക്സ് ബിജോയ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജെയ്ക്സ് ബിജോയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എന്തായാലും ഒരു പുഷ്പയുടെയൊക്കെ കഥ പോലെ തന്നെ, അതായത് ചന്ദനമരമായിട്ടൊക്കെ ഒരു ബന്ധപ്പെട്ട സ്ക്രിപ്റ്റ് തന്നെയാണത്. എന്തായാലും അങ്ങനെ ഒരു കഥയാണ്, ആക്ഷനും ഇമോഷനിലും പാട്ടും ഒക്കെ അടങ്ങിയേക്കുന്ന ഒരു പക്ക കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു സിനിമ. പൃഥ്വിരാജിനെ സംബന്ധിച്ചുള്ള ഈ വർഷം ഇത് ഒരു ഗംഭീര സിനിമയാകണം എന്ന്, കാരണം ഒരുപാട് പേര് ദോഷം ഉണ്ടാക്കിയൊരു സിനിമയാണ് എമ്പുരാൻ. അതെല്ലാം മാറ്റി ഗംഭീര ഒരു സിനിമ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തത് അച്ഛനും മോനും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ്. നവംബർ 14 കാന്ത എന്ന സിനിമയിലൂടെ ദുൽഖർ DQ, തമിഴ് സിനിമയാണ്, പക്ഷേ നമ്മൾ ദുൽഖറിന്റെ ലക്കി ഭാസ്കറും സീതാരാമും ഒക്കെ കണ്ട സ്ഥിതിക്ക് ഉറപ്പായിട്ടും കാന്ത പോലൊരു സിനിമ കാണാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഗംഭീരം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളികളെല്ലാം പോയി കാണും, കാരണം എല്ലാ ഭാഷകളിലും അത് റിലീസുണ്ട്. അത് സെൽവരാജാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ റാണ ദഗോദിയും നമ്മുടെ ബാഹുബലിയുടെ വില്ലൻ റാണ ദഗോദി ഇദ്ദേഹം ചേർന്ന് ദുൽഖറോട് ചേർന്നാണ് നിർമ്മിച്ചേക്കുന്നത്. ദുൽഖർ ഇവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അന്നേരം അതും ഇതുപോലെ സമുദ്രകനി പോലുള്ള ഇഷ്ടം പോലെ നടന്മാരുടെ ക്വാളിറ്റി നടന്മാരുള്ളൊരു സിനിമ, ഗംഭീര സിനിമയാകാൻ ചാൻസ് ഉണ്ട്. അതും ഈ ട്രെയിലർ കണ്ടാൽ ട്രെയിലർ കണ്ടൊന്നും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ മോശമാകത്തില്ല, ഗംഭീര പെർഫോമൻസ് ആയിരിക്കും തോന്നുന്നു. ദുൽഖറിന്റെ ഏറ്റവും മോസ്റ്റ് ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ള സിനിമയാണ് കാന്ത. ഇനി രാക്ഷസ നടികർ, ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, മമ്മൂട്ടി. ഇതുവരെയും പലരും പറഞ്ഞു 2025 പെർഫോമൻസ്, പക്ഷെ നമ്മൾ ഇപ്പം പലരും വിട്ടുപോയ ഒരാളുണ്ട്, അത് കളങ്കാവലിലെ നായകനാണ്. കളങ്കാവലിലെ നായകനായിട്ട് മമ്മൂട്ടി എത്തുമ്പം മമ്മൂട്ടി ഇപ്പോഴും നായകനല്ല, പ്രതിനായകനായിട്ടാണ് എത്തുന്നത്. ഇതുവരെയും ചെയ്യാത്ത രീതിയിലുള്ള പ്രമേയത്തിനകത്ത് ഒരു വില്ലൻ ടൈപ്പ് ക്യാരക്ടറാണെങ്കിൽ പോലും, വിധേയനകത്താണ് ചെയ്തതെങ്കിലും പലരുമാണിക്ക് ഇതിനകത്തും വില്ലൻ ടൈപ്പ് ആണെങ്കിൽ പോലും കളങ്കാവലിനകത്ത് ഇതുവരെയും ചെയ്യാത്ത വില്ലൻ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. നായകൻ അതിനകത്ത് നമ്മുടെ വിനായകനാണ്. എന്തായാലും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ബെസ്റ്റ് പെർഫോമൻസുകൾ ഒന്നായിരിക്കും എന്നുള്ളത് സംശയം വേണ്ട. ബോക്സ് ഓഫീസ് വിജയത്തിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ബെസ്റ്റ് പെർഫോമൻസ് വൈസ് മമ്മൂട്ടി തകർക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം അങ്ങനെ തകർത്ത വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ നല്ല ടാലൻ്റ് ഉള്ളൊരു നടനാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഗംഭീരമാണ്. നമ്മളെങ്ങനെയാണത് നമുക്ക് ആ സ്ക്രീനിൽ ഇദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കാണുന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതിൻ്റെ രീതികളൊക്കെ, മാനറിസങ്ങളൊക്കെ എങ്ങനെയൊക്കെ മാറുന്നു, കഥാപാത്രമായിട്ട് ജീവിക്കുന്ന രീതി കാണാം. എന്തായാലും പുത്തനായിട്ട് അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കൊലകൊല്ലി ഐറ്റമായിരിക്കും വരുന്നത്. അന്നേരം ഈ 4 സിനിമ തന്നെ നവംബറിനെ വിഭവസമൃദ്ധമാക്കുന്നുണ്ട്. എക്കോയും വിലായത്ത് ബുദ്ധയും കാന്തയും കളങ്കാവലും. അന്നേരം നിങ്ങൾക്കിതിനകത്ത്
പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ ഗംഭീര ഹിറ്റാകുന്ന ചിത്രം ഇതിനകത്ത് 4 സിനിമകളിൽ ഏതായിരിക്കും? നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം ഏതായിരിക്കും തിയേറ്ററുകളിൽ പോയി? എന്തായാലും ഇത് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.